തൃശൂർ നഗരം വളയാനൊരുങ്ങുകയാണ് പുലിക്കൂട്ടം. നഗരത്തെ ആവേശം കൊള്ളിക്കാൻ ഇത്തവണ 7 സംഘങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. പെൺപുലികളും വർണ്ണപ്പുലികളും വൈകിട്ടോടെ പുലിമടയിൽ നിന്ന് ഇറങ്ങും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലിക്കളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അശ്വതി പിള്ള, ഐഷത്തുൽ ഷംന എന്നിവരാണ് ചേരുന്നത്. ആദ്യം അശ്വതി, വലിയ സംഘത്തിനൊപ്പമാണല്ലോ, ആരാണവർ? അതാണ് കേരളവർമ്മ കോളേജിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഇവരാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുലികളെ വെല്ലുന്ന വൈബുമായിട്ട് പുലിക്കളിക്ക് എത്തിയിരിക്കുന്ന മൊട്ടകൾ ആരാണെന്ന് നമുക്ക് നോക്കാം. മൊട്ട ഗ്ലോബൽ. അപ്പോ 100ഓളം മൊട്ടകളാണ് നമുക്കൊപ്പം ഉള്ളത്. എത്ര പേരുണ്ട് അപ്പൊ ടോട്ടൽ? നമ്മള് 100ഓളം പേരാണ് ഇവിടെ വരാൻ. അപ്പൊ നമ്മള് ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതാ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഞങ്ങൾ ഇന്ന് കാനാട്ടുകര ദേശം തൃശ്ശൂർ പുലിക്കളി അതുമായിട്ട് തൃശ്ശൂർ നഗരത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്, പൊളിച്ചടുക്കാണ്. ഒരു രക്ഷയില്ലാത്ത വൈബ്. നിങ്ങളെ കാണാൻ തന്നെ ഗംഭീരമായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളിത് ഒന്നിച്ചത്? അതിനെ കുറിച്ചൊന്ന് പറയൂ. ഞങ്ങള് ഈ മുട്ടടിച്ച ആളുകൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, ഉണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ആളുകള് അവരുടെ ഒരു സ്നേഹബന്ധം, ഒരു ഹൃദയബന്ധം, അതൊരു വാട്സാപ്പ് ഗ്രൂപ്പായി ഇപ്പൊ 500 ആളുകളായത്. ഇത് ഇവിടെ ഞങ്ങള് കേരളത്തില് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഉണ്ട്, കർണാടകയിൽ നിന്നൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ ഞങ്ങൾ ഒരു വേൾഡിലെ ഒരു 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ലൈവ് തുടങ്ങുമ്പോ എന്റെ ബാക്കിൽ നിന്ന് കുറെ കമന്റ്സ് വന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എത്ര കല്യാണമെന്നറിയോ മുടങ്ങി പോയിട്ടുള്ള. പക്ഷേ ഇവരുടെ ഈ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ഇനി മുടിയുള്ളവർക്ക് പറ്റില്ല എന്നാണ്. അതന്നെ, മൊട്ടകളിൽ നിന്നും മൊട്ടകൾക്ക് വേണ്ടി. അതാണ് ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ലീഡർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാ കൂടുന്നത്? ഇപ്പം നമ്മൾ തുടങ്ങി, ഇപ്പൊ തന്നെ ഇന്ന് രാത്രി 500 ആവും. തുടങ്ങിയിട്ട് കഷ്ടിപിടിച്ച് ഒരു മാസം ആവുന്ന ഇന്ന് രാത്രി അത് 500 തയ്ക്കും. 485 നിൽക്കുകയാണ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ആറ്റിറ്റ്യൂഡ്. പൊളിക്കും തകർക്കും. ഓ, ഞാൻ പറയട്ടെ, ഇത് പുലിമടയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോഴേ ഈ പുലികള് കളറായിട്ട് നിൽക്കുകയാണ്. അതിന്റെ മേലെ എങ്ങനെ കളറാക്കാനാ ഉദ്ദേശം? അതുക്കും മേലെ. അതെ, അതിന്റെ അപ്പുറം ഒന്നും പറയില്ല. ചരിത്രം തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടോ? മീൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു കൂടുതലല്ലാതെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട്? അതായത് ഞങ്ങള് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഈ മാസം, അടുത്ത മാസം 20 മുതൽ ഒരു വേൾഡ് വൈഡ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ പോകണം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്ലക്കാർഡുകളുമായിട്ട് ഞങ്ങളെ പ്രതിനിധികള്. ബോഡി ഷേമിംഗിലേക്ക് എത്തിയത് എന്താണ്? എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നേരിടുന്ന മാനസികവും ശാരീരികമായിട്ടുള്ള അവന്റെ പ്രശ്നങ്ങളെ അതിനുവേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മുടി കൊഴിഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം ധാരാളം, അല്ലെ? മെലിഞ്ഞു, അതുപോലെ തടിച്ചു, മുഖത്ത് കുരുവാണ്, ഉയരം കുറവ്, ഉയരം കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വേദനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ശബ്ദമായിട്ട് വരിക. ആദ്യം പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ കല്യാണം മുടങ്ങാൻ അവിടെ തുടങ്ങും. അപ്പൊ അത് ചർച്ചയാക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല, ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക, അതൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം. കല്യാണം മുടങ്ങരുത്. കല്യാണം മുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പേരെന്താ? സജീഷ്. സജീഷേട്ടന്റെ കല്യാണം എവിടുത്തായിരുന്നു? ഞാൻ നെല്ലുവായി ഇവിടെ തന്നെ. അപ്പൊ കല്യാണം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടോ? ഒരു വിഷമം എവിടെയോ. ഞാൻ ചോദിക്കട്ടെ, ഇതില് മുടി വളരും, പക്ഷെ ഞാൻ മൊട്ടയായിട്ടാണ് നടക്കുന്നതെന്നുള്ള അർത്ഥം എത്ര പേരുണ്ട്? എത്ര പേര്? അയ്യോ, ഇത്ര പേരുണ്ടോ? അല്ല, അത് മൊട്ടയാണ്. പക്ഷെ മുടി വളരുന്നുണ്ട്, പക്ഷെ മൊട്ട അടിക്കാന്ന് പറഞ്ഞാൽ മുടി കുറച്ച് പോയവരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് പോകും. അത് നമ്മളേലും ബുദ്ധിമുട്ട് കാണുന്നവർക്കാ. അപ്പൊ മുടി മൊത്തം പോയല്ലോ, നമുക്ക് അറ്റൻഷൻ ഇല്ല. ഹാപ്പി ഓൾവേസ്. ഹെയർ ഫിക്സിംഗുകാരൊക്കെ പൊളിഞ്ഞു പോവല്ലോ നിങ്ങളെ കൊണ്ട്. ഒരു മേഖലയെ തകർക്കരുത്, എന്റെ അഭ്യർത്ഥന. ഹെയർ ഫിക്സിംഗ് വെറും തട്ടിപ്പാണ്. ആണോ? എന്റെ സുഹൃത്തിന്റെ ഒരാളെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫിക്സിംഗ് മുഖേന. അതിനുശേഷം ഉണ്ടാകുന്ന ഞാൻ മരുന്ന് കഴിച്ചിട്ടാണെന്ന് വ്യക്തമായിട്ട് പറയാനില്ല. ഇതിനുശേഷം ഒട്ടനവധി സ്റ്റിറോയിഡുകൾ കഴിക്കുകയും ശരീരം ഒന്നിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരെയും അവസാനം ഡയാലിസിലൊക്കെ ആയിട്ട് പുള്ളി മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ട്രാൻസ്പ്ലാന്റേഷന് ശേഷമുള്ള സ്റ്റീറോയിഡിന്റെ ബോധവൽക്കരണം കൂടെയൊക്കെയാണല്ലേ. പിന്നെ ഫ്രീ ആണല്ലേ നമ്മൾ മൊട്ടയടിക്കുമ്പോ. എനിക്ക് തന്നെ ഭയങ്കര ചൂട് തോന്നുന്നുണ്ട് ഇപ്പൊ. പിന്നെ കൂളല്ലേ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അതിന് ശേഷം ആലോചനകൾ കൂടുതൽ ഞങ്ങൾക്ക് വരുന്നുണ്ട്. മൊട്ടയടിച്ചതിന് ശേഷം ചേട്ടാ, ഈ ഒരു ഇതിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കൂടിച്ചേരലിന് വേണ്ടി ഏറ്റവും ദൂരെ നിന്ന് വന്ന ആരാ ഉള്ളത്? ഇതില് ഏറ്റവും ദൂരെ ഇവിടെ കോയമ്പത്തൂര്. എങ്ങോട്ട് പോകും? ഖത്തറിന്ന്. ഇതിനു വേണ്ടി മാത്രം ആണോ?
ഞാൻ ഹൈറ്റുള്ള ഒരു പണ്ട് പോലെ സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ ഇച്ചിരി വണ്ണവും കാണിക്കണമെന്ന് ഈ സജഷൻ പറഞ്ഞില്ല ബോഡി ഷേമിങ് അതിന് ഇച്ചിരി ഷെയിമായിട്ട് മാറി. നിങ്ങളെല്ലാം ഇപ്പൊ ഭയങ്കര കമ്പനിയായോ? ഞങ്ങളുടെ ടീമിലെ തെച്ചിക്കോട്ട് രാമേന്ദ്രനാണ്. ഹലോ, പേര് ഹരിശങ്കർ, വീട് ചാലക്കുടി അടുത്ത് കല്ലേറ്റുങ്കര എന്ന് പറയും. അടിപൊളി. എന്റെ ഹൈറ്റിന് ഇതിലേറ്റ ഹൈറ്റ് ചിലപ്പോ ഞാനായിരിക്കും. വളരെ ഇതിലെനിക്ക് ഏറ്റവും അഭിമാനമാണ്. ഇത്ര ഹൈറ്റും മൊട്ടത്തലയാകുമ്പോ ഉണ്ടല്ലോ എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. അതേപോലെ ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ മൊട്ട അടിച്ചപ്പോ ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും നമ്മുടെ മൊട്ട സംഘടന വന്ന് മൊട്ട ഗ്ലോബലിൽ വന്നിട്ട് എല്ലാവരും ഇന്റർവ്യൂ ചെയ്തു. കാരണം അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റാ. ഏത് ഈ മൊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ തല കുലിക്ക് തന്നെ വരും. ഗ്ലോബൽ എന്നുള്ള പേര് വെറുതെ അല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. എപ്പോഴാ ഇവിടുന്ന് ഇറക്കം? പുലികളുടെ കൂടെ 4:30 അപ്പൊ ആ ഇറക്കം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ. ഒരു ജയ് വിളിച്ചേരെ.